ഇന്ത്യയെ ലക്ഷ്യമാക്കി പാക് സൈനിക താവളങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പുറപ്പെടുന്നത് മുതൽ ഇന്ത്യയുടെ അഭിനന്ദൻ വർത്തമാൻ പറത്തിയിരുന്ന MiG-21 വിമാനം വെടിവെച്ച് പാക് അധീന കശ്മീരിൽ തകർന്നു വീഴുന്നതുവരെ 16 മിനിറ്റാണ് ഡോഗ് ഫൈറ്റ് നീണ്ടുനിന്നത്. പാകിസ്ഥാന്റെ 24 യുദ്ധവിമാനങ്ങളാണ് അന്ന് ഇന്ത്യക്കെതിരെ വന്നത്. ഇതിൽ 16 എണ്ണവും F-16 വിമാനങ്ങളായിരുന്നു. ഇന്ത്യയാകട്ടെ പ്രതിരോധം തീർത്തത് MiG-21, സുഖോയി Su-30, മിറാഷ് 2000 എന്നീ യുദ്ധവിമാനങ്ങൾ വെച്ചാണ്. അതിക്രമിച്ചു കടന്ന പാക് യുദ്ധവിമാനം F-16 വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം തിരിച്ചു പാർക്കാനുള്ള ശ്രമത്തിനിടെയാണ് അഭിനന്ദൻ വർത്തമാൻ പറത്തിയിരുന്ന MiG-21 വിമാനം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചിട്ടത്. ഇന്ത്യയുടെ ഏറ്റവും പഴയ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് MiG-21. പാകിസ്ഥാന്റെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനമാണ് F-16. അമേരിക്കയിൽ നിന്ന് നിർമ്മിച്ചു നൽകിയ F-16 യുദ്ധവിമാനത്തിൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഫീച്ചറുകളുമുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ പഴയ MiG-21 ഉപയോഗിച്ച് പാകിസ്ഥാന്റെ F-16 തകർത്തിയത് ഇന്ത്യക്ക് അഭിമാനിക്കാൻ ഏറെ വക നൽകുന്നതായിരുന്നു. മിനിറ്റുകൾ മാത്രം നീണ്ട ഡോഗ് ഫൈറ്റിലൂടെയാണ് അഭിനന്ദൻ വർത്തമാൻ തന്റെ MiG-21 വിമാനം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തത്. ഇതിന്റെ മിനിറ്റ് ടു മിനിറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെ. രാവിലെ 9:52 ഇന്ത്യൻ വ്യോമസേനയുടെ നേത്ര സർവെയിലൻസ് ഡ്രോണും നോർത്തേൺ എയർ കമാൻഡും പാക് പോർവിമാനങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് രാവിലെ 9:52-നാണ്. 3 പാക് എയർബേസിൽ നിന്ന് 3 ഫോർമേഷനിൽ പറന്നുയർന്ന 3 F-16 വിമാനങ്ങളും പാക് അധീന കശ്മീരിലെത്തിയ ശേഷം ഒറ്റ ഫോർമേഷനായി മാറി. 9:54 2 മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേന അലേർട്ടായി. MiG-21, സുഖോയി Su-30, MKI, മിറാഷ് 2000 എന്നിവ പാക് വിമാനങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ സൈനിക താവളങ്ങളിൽ നിന്നും പറന്നുയർന്നു. 9:58 പാക് യുദ്ധവിമാനങ്ങളോട് പിൻവാങ്ങാൻ ഇന്ത്യ ആദ്യ സന്ദേശം അയക്കുന്നു. 9:59 സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം പിൻവാങ്ങാനുള്ള രണ്ടാമത്തെ മുന്നറിയിപ്പും ഇന്ത്യ നൽകുന്നു. 10 മണി ഇന്ത്യയുടെ വ്യോമാതിർത്തി പാക് പോർവിമാനങ്ങൾ ലംഘിക്കുന്നു. 10:01 ഇന്ത്യ കനത്ത പ്രത്യാക്രമണം തുടരുന്നു. ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയ പാക് പോർവിമാനങ്ങളെ തുരത്താൻ ഇന്ത്യൻ വ്യോമസേന ശ്രമം തുടരുന്നു. ഇതിനായി സർഫസ് ടു എയർ മിസൈലുകളും ഇന്ത്യൻ വ്യോമസേന പ്രയോഗിക്കുന്നു. ഇന്ത്യ പ്രത്യാക്രമണം കനപ്പിച്ചതോടെ ഇതിൽ 9 F-16 വിമാനങ്ങൾ തിരിച്ചു പറക്കുന്നു. 10:02 ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് മുന്നോട്ട് വന്ന ഒരു F-16 വിമാനം ഇന്ത്യൻ സൈന്യമേഖലയിലുള്ള ഇന്ധന ഡിപ്പോയും ആയുധശേഖരവും ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡർ തലസ്ഥാനവും ആക്രമിക്കാൻ ശ്രമം. 10:03 ഡിഫൻസീവ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്ന ഡോഗ് ഫൈറ്റിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി Su-30 വിമാനവും MiG-21 വിമാനവും ചേർന്ന് അതിക്രമിച്ച് ഏറെ ഉള്ളിലേക്ക് കടന്ന F-16 തിരിച്ച് ആക്രമിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളും ചേർന്ന് ഈ പാക് വിമാനത്തെ വളയുന്നു. MiG-21 മുന്നിൽ നിന്നും Su-30 പിന്നിൽ നിന്നും ആക്രമിക്കുന്നു. വിങ് ഓവർ എന്ന ഡോഗ് ഫൈറ്റിലൂടെ രക്ഷപ്പെടാൻ പാക് വിമാനം ശ്രമിക്കുന്നു. 10:04 അതിർത്തി കടന്നെത്തിയ പാക് വിമാനം പിന്തിരിഞ്ഞതോടുകൂടി Su-30 പിന്തിരിയുന്നു. ഇന്ധന ശേഖരത്തിന് മുകളിൽ സംരക്ഷണമൊരുക്കി Su-30 നിലകൊള്ളുന്നു. തന്റെ MiG-21-ൽ F-16 പിന്തുടർന്ന അഭിനന്ദൻ വർത്തമാൻ R-73 എന്ന എയർ ടു എയർ മിസൈൽ പ്രയോഗിക്കുന്നു. 10:08 R-73 മിസൈൽ F-16 നശിപ്പിക്കുന്നു. വളരെ അപകടം നിറഞ്ഞ ഹൈജി ബാരൽ റോൾ എന്ന യുദ്ധാഭ്യാസം അഭിനന്ദൻ നടത്തുന്നു. ഈ സമയം പാകിസ്ഥാൻ മിസൈൽ ഉപയോഗിച്ച് MiG-21 തകർക്കുന്നു. സർഫസ് ടു എയർ മിസൈലാണോ അതോ എയർ ടു എയർ മിസൈലാണോ അഭിനന്ദന്റെ MiG-21 തകർത്തതെന്ന് ഇപ്പോഴും വെളിവായിട്ടില്ല. വിമാനം തകർന്ന ഉടനെ പാരഷൂട്ടിൽ ചാടി അഭിനന്ദൻ രക്ഷപ്പെടുന്നു. തകർന്ന വിമാനത്തിൽ നിന്നും പാരഷൂട്ട് വഴി രക്ഷപ്പെട്ട അഭിനന്ദൻ വർത്തമാൻ ചെന്നു വീഴുന്നത് പാക് അധീന കശ്മീരിലാണ്. ആദ്യം നാട്ടുകാരുടെ കയ്യിൽ അകപ്പെട്ട അഭിനന്ദൻ വർത്തമാനെ നാട്ടുകാർ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് പാകിസ്ഥാൻ സൈന്യം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസമാണ് പാകിസ്ഥാൻ സൈന്യം അഭിനന്ദൻ വർത്തമാനെ വിട്ടയക്കുന്നത്. പാക് സൈന്യം തന്നോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും തന്നെ വളരെ അധികം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും ഡീബ്രീഫിങ്ങിൽ അഭിനന്ദൻ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്.